ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ എന്ന ദൈവത്തിൻ്റെ വചനം അപ്പോസ്തലർ 12-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തൻ്റെ ദൂതനെ അയച്ചു, യഹോരോദാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാനിപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് അവൻ പറഞ്ഞു. ഈ പ്രഭാതത്തിലെ എൻ്റെ ചിന്ത കൊല്ലപ്പെട്ട യാക്കോബും വിടുവിക്കപ്പെട്ട പത്രോസും എന്നുള്ളത്. അപ്പോസ്തലർ 12-ാം അധ്യായം തുടങ്ങുന്നത് ഹെരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈ നീട്ടി എന്ന പദം കൊണ്ട്. അപ്പോൾ ഹെരോദാവിൻ്റെ കൈ സഭയ്ക്ക് നേരെ ഉയരുക. എന്തിനാ ഉയരുന്നത്? പീഡിപ്പിക്കുവാൻ വേണ്ടി. ആ പീഡയ്ക്കകത്ത് സഭയിലെ 2 പ്രധാന വ്യക്തികൾ പിടിക്കപ്പെടുന്നു. ഒന്ന് യാക്കോബ്, 2 പത്രോസ്. നമ്മൾ വായിച്ച വചനത്തിനകത്ത് പത്രോസിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഹെരോദാവിന്റെ കയ്യിൽ നിന്ന് എന്ന് വെച്ചാൽ അവൻ പീഡിപ്പിക്കുവാൻ നീട്ടിയ കയ്യിൽ നിന്ന് പത്രോസ് വിടുവിക്കപ്പെട്ടു. എന്നാൽ ഹെരോദാവ് പീഡിപ്പിക്കുവാൻ നീട്ടിയ കയ്യിൽ യാക്കോബ് കൊല്ലപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന പ്രസംഗങ്ങളും ചിന്തകളും പത്രോസിനെ കുറിച്ച്, യാക്കോബിനെ കുറിച്ച് പ്രസംഗിക്കുവാൻ ഒന്നുമില്ല. കാരണം ഹെരോദാവ് എന്ന അഗ്രഗണ്യനായ പൈശാചിക പ്രവർത്തികൾ ചെയ്യുന്ന അവന്റെ കയ്യിൽ ഒരു ഭക്തൻ അമർന്നുപോയി എന്നുള്ള ചിന്ത ഒരു പക്ഷെങ്കിൽ വരാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നോക്കണം, നമ്മുടെ കർത്താവ് ആണ് ദൂതനെ അയച്ച് പത്രോസിനെ വിടുവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. 1-2 ചിന്തകൾ ഇതിനോട് ചേർന്ന് എനിക്ക് പറയേണ്ടതുണ്ട്. നോക്കണം, 12 ശിഷ്യന്മാരിൽ ഏറ്റവും കർത്താവ് സ്നേഹിച്ച ശിഷ്യന്മാരിൽ 2 പേരായി വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിന് കുറേ സർക്കിളുകൾ ഉണ്ടായിരുന്നു. 5000 പേരുള്ള സർക്കിള്, 70 പേരുള്ള സർക്കിള്, 12 പേരുള്ള സർക്കിള്, 3 പേരുള്ള ഒരു സർക്കിള്, പിന്നെ ഒരാളുള്ള ഒരു സർക്കിൾ. പ്രൈസ് ദി ലോർഡ്. ആ 3 പേരുള്ള സർക്കിളിൽ വന്ന വ്യക്തികളാണ് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. അപ്പം നോക്കണം, ഏറ്റവും ശിഷ്യന്മാരിൽ 12 പേരിൽ ഒരാളാണ്. ആ 3 പേരുള്ള സർക്കിളുകളിൽ ഒരാളാണ് യാക്കോബ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കണം, ഇവർക്ക് ഒരേ വിളിയാണ്. വിടുവിക്കുന്ന കർത്താവിനെ ഒരു ശക്തിയും, പത്രോസിനെ വിടുവിച്ച കർത്താവിന് ഒരു ശക്തിക്കും കുറവില്ല യാക്കോബിനെ വിടുവിക്കാതിരിക്കാൻ. ഇവരെ വിളിച്ചത് ഒരേ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്. അതിലും ഒരു വ്യത്യാസവും ഇല്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചിന്തിക്കുക, ഹല്ലേലൂയ. ഈ 2 പേരും ഒരുപോലെ ഒരേ തടവറയിലാണ് ചെന്ന് വീഴുന്നത്. യേശുവിന്റെ പ്രധാന ശുശ്രൂഷകളിൽ 3 ശുശ്രൂഷകളിൽ ഈ 3 പേരെ വിളിച്ച 3 ശുശ്രൂഷകൾ നമുക്കറിയാം. ഒന്ന്, യായിറോസിന്റെ വീട്ടില് മരണത്തിൽ നിന്ന് പുറത്തേക്ക് അവരെ കൊണ്ടുവരുവാൻ. ഹല്ലേലൂയ. യായിറോസിന്റെ മകളെ മരണത്തിൽ നിന്ന് വിളിച്ച് എഴുന്നേൽപ്പിക്കുമ്പോൾ ഈ 3 ശിഷ്യന്മാരെ മാത്രമേ അകത്തോട്ട് കയറ്റി. ഗത്സമനയുടെ തോട്ടത്തിൽ ഒരു മനുഷ്യനെ പോലെ വേദനയിൽ കരഞ്ഞ് നിലവിളിക്കുമ്പോൾ ഈ 3 ശിഷ്യന്മാരെയാണ് ആ ഗ്രൂപ്പിൽ ഏറ്റവും എൻഡിൽ കൊണ്ട് നിർത്തിയത്. നിങ്ങൾ ചിന്തിക്കുക, മറുരൂപമലയിൽ കർത്താവ് തന്നെ വെളിപ്പെടുത്തിയത്, തന്റെ ദൈവത്വം വെളിപ്പെടുത്തിയത്, താൻ തേജസ്കരിക്കപ്പെട്ടവനായി കണ്ട അവിടെ ഈ 3 പേരുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചോദ്യം ഒന്ന്, യാക്കോബ് കൊല്ലപ്പെടാൻ കാരണമെന്ത്? എന്നാൽ പത്രോസിനും യാക്കോബിനെയും നമ്മൾ ഒരേ
തട്ടിലെടുത്താൽ പത്രോസിന്റെ തട്ട് ഒരിക്കലും കൂടിയോ യാക്കോബിന്റെ തട്ട് കുറഞ്ഞോ ഒന്നും നിൽക്കുന്നില്ല. രണ്ടുപേരുടെയും തട്ട് ഒരുപോലെ തന്നെ. എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു ചിന്ത, എന്തുകൊണ്ട് യാക്കോബ് കൊല്ലപ്പെടുന്നു? എന്തുകൊണ്ട് പത്രോസ് വിടുവിക്കപ്പെടുന്നു? ഞാൻ 1-2 വാക്കുകൾ മാത്രം പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ രണ്ടുപേരെയും പ്രൈസ് ദി ലോർഡ് ദൈവ ഇഷ്ടത്തിന്റെ പ്രതീകങ്ങളാണ്. എന്ന് വെച്ചാൽ പത്രോസ് വിടുവിക്കപ്പെടാനും ദൈവം ഇഷ്ടപ്പെട്ടു, യാക്കോബ് കൊല്ലപ്പെടാനും ദൈവം ഇഷ്ടപ്പെട്ടു. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ, അങ്ങനെ ഞാൻ ഒന്നിനും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എൻ്റെ ശരീരത്തിൽ ജീവനാലാകട്ടെ മരണത്തിനാലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനേക്കാൾ എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏതു തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എനിക്ക് മരണം ഒരു ലാഭമാണ്, കാരണം ദൈവത്തോട് ചേർന്നിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. എന്നാൽ എൻ്റെ ജീവിതം കൊണ്ട് ദൈവത്തിന് മഹത്വം എടുക്കുവാൻ, ഹല്ലേലൂയ, ദൈവത്തിനത് പ്രയോജനപ്പെടുന്നെങ്കിൽ എനിക്ക് ജീവിക്കുന്നത് ആഗ്രഹമാണ്. പ്രൈസ് ലോർഡ്. അപ്പോൾ ഞാനിവിടെ പറയാൻ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ വെക്കുന്നുള്ളൂ ദൈവമക്കളെ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ, ഒരു ഭക്തന്റെ ജീവിതത്തിൽ, ഹല്ലേലൂയ, അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയും, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ വചനത്തിന്റെ കുറവല്ല, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ദൈവത്തിന്റെ ശക്തിയുടെ കുറവല്ല യാക്കോബ് കൊല്ലപ്പെട്ടത്. പക്ഷേ പ്രൈസ് ദി ലോർഡ്, ഒരുവൻ കൊല്ലപ്പെടുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, അതും ദൈവത്തിന് മഹത്വമായി തീരുക. ഒരു മനുഷ്യൻ വിടുവിക്കപ്പെടുമ്പോൾ അതും ദൈവത്തിന് മഹത്വമാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, മരണം എന്നുള്ളത്, സ്തോത്രം, ഹല്ലേലൂയ, ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ അസ്തമിച്ചു പോകുന്നു എന്നുള്ളതല്ല, പകരം സ്തോത്രം നിത്യവും നിലനിൽക്കുന്നതുമായ ഒരു ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന ഒരു പ്രവേശനമാണ്. അത് കാണുന്ന ഭക്തനെ സംബന്ധിച്ചോളം ഈ ഭൂമിയിൽ അവൻ ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തിന് പ്രയോജനമുള്ളവനായി ജീവിക്കുക, ദൈവത്തിന് അവൻ്റെ ജീവിതം കൊണ്ട് ഹല്ലേലൂയ പ്രയോജനപ്പെടുക, മഹത്വപ്പെടുക എന്നുള്ളത്. ഹല്ലേലൂയ. എന്നാൽ താൻ വിടുവിക്കപ്പെടുന്നുണ്ടെങ്കിൽ, താൻ എത്രയെങ്കിലും ദിവസം, കുറെ ദിവസം കൂടെ ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ, അതും ഹല്ലേലൂയ അവനല്ല, അവൻ്റെ യജമാനനായ കർത്താവിന് ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ പറയുന്നു, ഞാൻ ജീവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്തുവാൻ ആഗ്രഹിക്കുന്നു, കൊല്ലപ്പെട്ട യാക്കോബിന്റെ കുറവല്ല, ഹല്ലേലൂയ, പത്രോസിന്റെ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഗുണമല്ല അവർ വിടുവിക്കപ്പെട്ടതും കൊല്ലപ്പെട്ടതും, പകരം സ്തോത്രം, ഹല്ലേലൂയ, അവർ രണ്ടുപേരും വിജയിയായി തീർന്നു. ഒരുവൻ രക്തസാക്ഷിത്വത്തിലൂടെ കർത്താവിന് മഹത്വം കൊടുത്തപ്പോൾ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, മറ്റൊരുവൻ, പ്രൈസ് ദി ലോർഡ്, തന്റെ സാക്ഷ്യത്തിലൂടെ, ഹല്ലേലൂയ, പത്രോസ്, ഹല്ലേലൂയ, ഹെരോദാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെട്ട് വീണ്ടും സാക്ഷിയായി ഈ ഭൂമിയിൽ അനേകരുടെ മുമ്പിൽ നിന്ന് അനേകരെ ക്രിസ്തുവിലേക്ക് നേടുവാൻ തൻ്റെ ജീവിതം പ്രയോജനമാക്കി തീർത്തു. ഞാൻ ഇങ്ങനെ ഇതിനെ കൺക്ലൂഡ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നാം പോകുന്ന അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകാം, രോഗത്തിൻ്റെ പ്രശ്നങ്ങൾ, അല്ല ചില ഭാരത്തിൻ്റെ പ്രശ്നങ്ങൾ, ചില വേദനയുടെ പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടാകാം. ലോക മനുഷ്യർ നമ്മളെ നോക്കുമ്പോൾ ഒരു പക്ഷേങ്കിൽ ഇവൻ ഭക്തനാണോ, ഇവൻ, ഹല്ലേലൂയ, സ്തോത്രം, ഇവന്റെ പാപമാണോ എന്നൊക്കെ ചോദിക്കുന്നത് കാണാം. പക്ഷേ നാം ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിനകത്ത് നാം പോകുന്ന കഷ്ടതകൾ, നാം പോകുന്ന ഭാരങ്ങൾ, വേദനകൾ എന്തുണ്ടെങ്കിലും, അല്ല, നമുക്കുണ്ടാകുന്ന ഒത്തിരി ഗുണങ്ങളുണ്ടാകാം. ലോക മനുഷ്യൻ നോക്കുമ്പോൾ പത്രോസിനെ പോലെ ഗ്ലോറി ആയിട്ട്, എന്ന് വെച്ചാൽ വിടുവിക്കപ്പെട്ടു നിൽക്കുന്ന വ്യക്തിയായിട്ട്, ഒരു കുഴപ്പവുമില്ലാതെ ലോകത്തിന്റെ സ്റ്റാൻഡേർഡിനകത്തിൽ ഉന്നതങ്ങളിൽ നിൽക്കുന്ന ആളുകൾ കാണാം. പ്രൈസ് ദി ലോർഡ്. ഇവരെ രണ്ടുപേരെയും നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, രണ്ടുപേരും, ഹല്ലേലൂയ, ദൈവത്തെ വിശ്വസ്തയോടുകൂടെ സേവിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഒരു വിശ്വസ്തന് മാത്രമുള്ളതാണ് സ്വർഗം. ആ സ്വർഗത്തിലേക്ക് നാം പ്രവേശിക്കുവാൻ, ഹല്ലേലൂയ, കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ, അത് ജീവൻ കൊണ്ടാകട്ടെ മരണം കൊണ്ടാകട്ടെ, കർത്താവിൻ്റെ മുമ്പിൽ വിശ്വസ്ത സാക്ഷിയായി നിന്ന് സ്വർഗരാജ്യ പ്രവേശനത്തിനു വേണ്ടി, ഹല്ലേലൂയ, കർത്താവ് നമ്മളെ കണ്ടിരിക്കുമ്പോൾ അതിനുവേണ്ടി ഒരുങ്ങാൻ ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് അതിന് നമ്മളെ സഹായിക്കട്ടെ, അതിനുള്ള ജ്ഞാനം നമുക്ക് തരട്ടെ.
ഹല്ലേലൂയ. ഞാൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൊല്ലപ്പെട്ട യാക്കോബ് ഹല്ലേലൂയ ഹെരോദാവിൻ്റെ കൈയുടെ ശക്തി കൊണ്ടല്ല കൊല്ലപ്പെട്ടത്. ഹല്ലേലൂയ നമ്മുടെ ദൈവത്തിൻ്റെ കൈയുടെ ശക്തിയുടെ കുറവ് കൊണ്ടല്ല കൊല്ലപ്പെട്ടത്. പകരം ദൈവം അവനെ കൊല്ലപ്പെടുവാൻ അനുവദിച്ചു. അവൻ രക്തസാക്ഷ്യത്തിലൂടെ തൻ്റെ വിശ്വസ്തത ഹല്ലേലൂയ തെളിയിച്ചു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഹല്ലേലൂയ കർത്താവിൻ്റെ മുമ്പിൽ ഏത് പ്രതിസന്ധിയിലും വിശ്വസ്തത തെളിയിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. അതിനുവേണ്ടി കർത്താവ് നമ്മളെ ഒരുക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, അങ്ങയുടെ ജനത്തിനെ അങ്ങ് തന്ന വചനം വെച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും സംശയങ്ങൾ ഉളവാക്കുന്ന ചില ചിന്തകൾ ഞങ്ങളുടെ മനസ്സിലേക്ക് വരും. ഹല്ലേലൂയ. ഭക്തൻ ഹല്ലേലൂയ എന്തുകൊണ്ട് കൊല്ലപ്പെട്ടു? എന്തുകൊണ്ട് പത്രോസ് എന്ന ഭക്തൻ വിടുവിക്കപ്പെട്ടു? ഹല്ലേലൂയ. അതേ കർത്താവേ, ഞങ്ങളുടെ ജീവിതവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഞങ്ങളും ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ ഞങ്ങളോട് ചോദിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ചില ആളുകൾ, ഭക്തന്മാരായ ആളുകൾ കഷ്ടതയിലും വേദനയിലും പോകുന്നു? എന്തുകൊണ്ട് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ചില ഭക്തന്മാർ ഹല്ലേലൂയ ഉന്നതികളിൽ സഞ്ചരിക്കുന്നു? എന്നാൽ കർത്താവ് ഇന്ന് പകൽക്കാലം അങ്ങ് തന്ന ഉത്തരത്തിനായി സ്തോത്രം. വിശ്വസ്ത സാക്ഷികളായി നിൽക്കുവാൻ ഞങ്ങളുടെ ജീവിതം കൊണ്ട് അങ്ങയുടെ നാമം മഹത്വപ്പെടുന്നെങ്കിൽ അത്രയും ഒരു ജീവിതം ഞങ്ങൾക്ക് ലഭിക്കുവാൻ അല്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഞങ്ങളുടെ മരണം കൊണ്ട് അങ്ങയുടെ നാമം മഹത്വപ്പെടുന്നെങ്കിൽ അതിനുവേണ്ടി ഞങ്ങളെ സമർപ്പിക്കുവാൻ, കഷ്ടതയും വേദനയും ഭാരവും ആ മഹത്വത്തിനായി ആണ് ഒരു ഭക്തന്റെ ജീവിതത്തിൽ വരുന്നത്. പിശാചിന്റെ ജയമല്ല എന്നുള്ള അഴമേറിയ ബോധ്യം ജനത്തിന് വചനചിന്ത കൊടുത്ത് അനുഗ്രഹിക്കണം. മഹത്വം അങ്ങയ്ക്ക്. സകലവും ഞങ്ങൾക്ക് ആഴ്ച സുബേഷ് നാമത്തിൽ പ്രാർത്ഥന ദയവായി ശ്രമിക്കണേ. സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവം തരട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. God bless you.